ദൈവത്തിന് സ്തുതി. പ്രഭാതകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2426. ഇന്ന് ഓഗസ്റ്റ് മാസം 22-ാം തീയതി 234-ാമത്തെ ദിവസത്തിലെത്തി. എല്ലാം എളുപ്പത്തിൽ കൈവിരൽ തുമ്പിൽ തന്നെ വാങ്ങാനായിട്ട് കിട്ടുന്ന ഈ കാലത്ത് എല്ലാവരോടുമൊപ്പം ഞാനും സന്തോഷവും സമാധാനവും ഒക്കെ വാങ്ങാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഏത് കടയിൽ അത് കിട്ടുമെന്നോ ഏത് സൂപ്പർ മാർക്കറ്റ് സന്ദർശിക്കണമെന്നോ എന്നത് മാത്രമാണ് എനിക്കിപ്പോഴും ഒരു ഉറപ്പില്ലായ്മ. പതിയെ ഞാൻ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. സന്തോഷം കൊടുക്കുന്ന വിപണനശാലകളില്ല, സമാധാനം വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകളുമില്ല. വസ്തുവകകൾ മാത്രമാണ് ഇങ്ങനെ അളന്നു തൂക്കി വിൽക്കുന്നതും ലഭിക്കുന്നതുമൊക്കെ. വൈകാരിക അനുഭൂതികൾ ഉറവിടങ്ങളും ഉത്തിഷ്ട സ്ഥാനങ്ങളും ഇല്ലാതെ എങ്ങനെ ഉണ്ടാകുന്നതല്ലേ? സമ്പത്തും സൗകര്യങ്ങളും സ്വന്തമാക്കിയതുപോലെ ശാന്തിയും മനസ്സുഖവും കൈവശമാക്കാമെന്ന് കരുതുന്നത് തന്നെ ഒരു അടിസ്ഥാന തെറ്റല്ലേ? പുറത്തുനിന്ന് ലഭിക്കുന്ന പ്രതിഫലങ്ങളുണ്ട്, അകമേ നിന്ന് സ്വയം രൂപപ്പെടുന്ന പ്രതിഫലങ്ങളുമുണ്ട്. ലാഭവും നഷ്ടവും ഒക്കെ പുറത്തുനിന്ന് ലഭിക്കും. സന്തോഷവും സങ്കടവും ഉള്ളിൽ നിന്ന് വരുന്നതാകട്ടോ. സന്തോഷത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളുമുണ്ട്, സന്തോഷപൂർവമുള്ള കർമ്മങ്ങളുമുണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഓരോ പ്രവൃത്തിയിലും അത് ആസ്വാദ്യകരമാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും പലരും ഞാനും സന്തോഷത്തിനു വേണ്ടിയാണ് എന്തൊക്കെയോ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, സന്തോഷത്തോടെയാണ് ഓരോന്നും ചെയ്യേണ്ടത്. വിയർത്തൊഴുകുന്നവന് മാത്രമാണ് ഒരു ചെറിയ കാറ്റ് അതൊരു അനുഭവവേദ്യമാകുകയുള്ളൂ. ശീതീകരിച്ച മുറിയിലിരിക്കുന്നവന് കാറ്റൊരിക്കലും ഒരു അനുഭൂതിയേ അല്ല. വെയിൽ കൊണ്ടവനാണ് തണലിന്റെ ആശ്വാസവും അഭയവും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുക. ചെയ്യുമ്പോൾ മാത്രമല്ലെന്നേ, ചെയ്തതിന് ശേഷവും സന്തോഷം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ചെയ്യുമ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ചെയ്തതിന് ശേഷം ആ സന്തോഷം പലപ്പോഴും നമ്മൾ അങ്ങനെ സ്ഥിരമായി നിലനിൽക്കാറില്ല. മറിച്ച് പതിയെ ഊറിക്കൂടുന്നത് കുറ്റബോധമാകും. പിന്നെങ്ങനെ ഒരാളുടെ ഉള്ളില് സമാധാനം ഉണ്ടാവുക? ക്രിസ്തുയേശുവും പറഞ്ഞത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. അതിനകത്ത് ഈ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെയുണ്ട്. ആമേൻ.